പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ്. ഇന്ത്യയിലെ കോളേജുകൾക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം കൊടുക്കുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള റാങ്ക് എന്ന് പറയുന്നത് A++, അക്രഡിറ്റഡ് വിത്ത് ഗ്രേഡ് A++, നാക്കിൻ്റെ A++ അംഗീകാരം വാങ്ങിയ മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. അതിൻ്റെ കോമൺ പ്രോസ്പെക്ടസ് ആണ്, 340 പേജുള്ള കോമൺ പ്രോസ്പെക്ടസ് ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി, ഡിപ്ലോമ ഡിഗ്രി, സർട്ടിഫിക്കറ്റ്സ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ റിക്കഗ്നൈസേഷൻ തന്നെയാണ്. പാർലമെൻറ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇഗ്നോ UGCയേക്കാൾ മുകളിലാണ്. അത് പറയാൻ കാരണം UGCയിൽ 120 ക്രെഡിറ്റ് എടുത്താൽ മതി എന്ന് പറയുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയും 120 ക്രെഡിറ്റ് എടുത്ത് BAയോ BComോ BSCയോ പഠിക്കാമെന്ന് പറയുന്നു. ഇഗ്നോ അത് 132 ക്രെഡിറ്റ് നമ്മെ പഠിപ്പിക്കുന്നു. വൈവിധ്യമാർന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ ഓണേഴ്സ് പ്രോഗ്രാം എടുക്കുമ്പോൾ BA ഓണേഴ്സ് BSc ഓണേഴ്സ് പ്രോഗ്രാം എടുക്കുമ്പോൾ 140 ക്രെഡിറ്റ് മതി എന്ന് പറയുന്നു UGC. പക്ഷേ ഇഗ്നോ UGC പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി കടന്ന് 148 ക്രെഡിറ്റ് നമ്മെ പഠിപ്പിക്കുന്നു. അത്രയും മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് പറയുന്നത്. മാത്രമല്ല ഇഗ്നോയുടെ കോഴ്സുകളെല്ലാം തന്നെ the degrees, diploma, certificates issued by IGNO are recognized by all the members institutions of the Association of Indian Universities. Association of Indian Universities അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള അംഗീകരിച്ച എല്ലാ യൂണിവേഴ്സിറ്റിയും, കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും നൽകുന്ന എല്ലാ കോഴ്സും, അതുപോലെ തന്നെ കേരളത്തിൽ എല്ലാ കോളേജുകൾക്കും എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇഗ്നോയുടെ കോഴ്സിനും അംഗീകാരം ഉണ്ട് എന്ന് യാതൊരു മടിയുമില്ലാതെ നമുക്ക് പറയാവുന്നതാണ്. മാത്രമല്ല UGCയുടെ ലെറ്ററിൽ സെപ്റ്റംബർ 4 2020 സെപ്റ്റംബർ 4 ഇറക്കിയ UGCയുടെ പ്രത്യേക നോട്ടിഫിക്കേഷൻ പ്രകാരം ഇഗ്നോയുടെ കോഴ്സുകൾ എല്ലാം തന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിൽ നൽകുന്ന എല്ലാ കോഴ്സുകളും ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിക്കേണ്ടതാണ്. അതിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ നൂലാമാലയിൽ നിന്ന് ഇഗ്നോയെ ഒഴിവാക്കിയിരിക്കുന്നു. ഇഗ്നോയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പ്രത്യേകം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കൃത്യമായി 4 സെപ്റ്റംബർ 2020 UGCയുടെ നോട്ടിഫിക്കേഷൻ, ഇതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വസ്തുത കൃത്യമായി മനസ്സിലാവും. അതിൻ്റെ തെളിവും ഞാൻ അടുത്ത ഭാഗത്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. മാത്രമല്ല ഇഗ്നോയുടെ പഠന പ്രവർത്തനത്തിൽ ഇത് കണ്ടില്ലേ, ഇന്ത്യയുടെ അശോക സ്തംഭത്തിൻ്റെ ഈ മുദ്രയോടുകൂടി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നൽകിയിട്ടുള്ള പ്രത്യേക ഒരു വിഷയമാണ് എക്സംഷൻ ഫ്രം അപ്ലിക്കബിലിറ്റി ഓഫ് UGC റെഗുലേഷൻസ്. UGCയുടെ നിയന്ത്രണം ബാധകമാണ് എന്നുള്ളതിൽ നിന്ന് ഇഗ്നോയെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഗ്നോയ്ക്ക് UGCയുടെ നിയന്ത്രണം വേണ്ട. ഇഗ്നോയ്ക്ക് UGCയുടെ നിയന്ത്രണം വേണ്ട. കാരണം അതിനേക്കാൾ വലുതാണ്. കാരണം അത് ഈ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ്. ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്, പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കാൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഇഗ്നോ ആക്ട് 1985 1985 പാർലമെന്റിലെ 50ാമത്തെ ആക്ട് പ്രകാരം. മാത്രമല്ല ഇന്ത്യയുടെ ഗസറ്റിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ് മുതൽ സെഡ് റെഗുലേഷൻസ് ദാറ്റ് ഈസ് 4 സെപ്റ്റംബർ 2020 2020 മുതൽ മറ്റൊരു ഓർഡർ ഉണ്ടാകുന്നത് വരെ ഇഗ്നോയെ ഈ നൂലാമാലയിൽ നിന്ന് അഥവാ അപ്ലിക്കബിലിറ്റി ഓഫ് റെഗുലേഷൻസ് UGCയുടെ നിയന്ത്രണം എന്നുള്ള ആ ഒരു കടിഞ്ഞാണിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. ഇതിനെ പലരും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതിന് ഇല്ല എന്നല്ല, ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കേരളത്തിലെ 40 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് വൈദ്യുതി ഉപയോഗിക്കണ്ട എന്നാണോ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്? അല്ല, അവർക്ക് ഫീസ് അടയ്ക്കണ്ട എന്നുള്ളത്, ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു, അവരെ ഒഴിവാക്കിയിരിക്കുന്നു. ആ എക്സംഷൻ
ചെയ്തിരിക്കുന്നു എന്നാണ് അവിടുത്തെ പ്രയോഗം. അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ട എന്നല്ല, 40 വാട്ടിന് താഴെ ഉള്ളവരെല്ലാവരും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കേണ്ട എന്നാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ആരും വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥിനികൾക്ക് ബസ് ചാർജ് കൊടുക്കേണ്ടതില്ല. അതാണ് അവിടുത്തെ നിയമം. അവരെ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന കേരളത്തിലെ ബസ്സിൽ പോകുന്ന കോളേജ് കുട്ടികൾക്ക് 25% അതിൽ താഴെയോ ഉള്ള എമൗണ്ട് കൊടുത്താൽ മതി. ഫുൾ ചാർജ് കൊടുക്കുന്നതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ഒഴിവാക്കിയിരിക്കുന്നു, വിദ്യാർത്ഥിനികളെ ഫുൾ ചാർജ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ദേ ആർ എക്സംപ്റ്റഡ് ടു പേ ഫുൾ ബസ് ചാർജ് കൊടുക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കിയിരിക്കുന്നു. അല്ലാണ്ട് അവർ ബസ്സിൽ യാത്ര പോകണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പല അന്യസംസ്ഥാന യൂണിവേഴ്സിറ്റി ലോബികൾ ഇഗ്നോയ്ക്കെതിരെയും മറ്റു പല രൂപത്തിലും നിങ്ങളെ ഏജന്റുമാർ 2000 രൂപ 3000 രൂപ കമ്മീഷൻ കിട്ടാൻ വേണ്ടി പല അർത്ഥത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് സമീപിക്കുന്നുണ്ട്. അവരെയാണ് താങ്കൾ സൂക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക. മറ്റൊരു സംഗതി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് ക്ലാസുകൾ നൽകുന്നത് ഗ്യാൻ ദർശൻ TV ചാനലിലൂടെ ക്ലാസുകൾ നൽകുന്നു. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എയർടെല്ലിലെ DTHലെ 442ാമത്തെ ചാനലിൽ ഇഗ്നോയുടെ ക്ലാസുകൾ എടുത്തോളൂ. ടാറ്റ സ്കൈ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ചാനൽ നമ്പർ 755 നിങ്ങൾക്ക് ക്ലാസുകൾ കിട്ടും. സൺ ഡയറക്റ്റ് ഉണ്ടോ? ചാനൽ നമ്പർ 596 നിങ്ങൾക്ക് ഇഗ്നോയുടെ ക്ലാസ് കിട്ടും. അതുപോലെ ഡിഷ് TV ആണോ താങ്കൾ ഉപയോഗിക്കുന്നത്? ചാനൽ നമ്പർ 991 ഇഗ്നോയുടെ ക്ലാസുകൾ താങ്കൾക്ക് കിട്ടും. ഹാത്വേ DTH ആണോ നിങ്ങൾക്കുള്ളത്? ചാനൽ നമ്പർ 473 ക്ലാസുകൾ കിട്ടും. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ പ്രതിപാദിക്കുന്നില്ല. ഗ്യാൻ ദർശൻ TV ചാനൽ അവൈലബിൾ ഓൺ C ബാൻഡ്. അത് പ്രത്യേകം അത് ഓർക്കുക. ഗ്യാൻ ദർശൻ എന്നുള്ള TV ചാനൽ തന്നെ നമുക്ക് ലഭ്യമാണ്. എയർടെല്ലിലും ടാറ്റ സ്കൈയിലും സൺ ഡയറക്റ്റിലും ഡിഷ് TVയിലും എല്ലാം തന്നെ നമുക്ക് ഇഗ്നോയുടെ ക്ലാസുകൾ ഓൺലൈനായി ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തെടുക്കണമോ? സോഫ്റ്റ് കോപ്പി ഇപ്പം നിങ്ങൾ ഫീസ് അടയ്ക്കുന്നില്ല എന്ന് തന്നെ കരുതുക, അഡ്മിഷൻ എടുത്തിട്ടില്ല എന്ന് തന്നെ കരുതുക. ഈ ഗ്യാൻ ഘോഷ് വേറെ എവിടെയും പോകേണ്ടതില്ല. ഈ GyanGhosh.ac.in പോയാൽ താങ്കൾക്ക് ഈ എല്ലാ ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം കോപ്പി താങ്കൾക്ക് ലഭ്യമാണ്. പരീക്ഷിക്കണോ? ഈ നിമിഷം നമുക്ക് പരീക്ഷിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ലേണിംഗ് മെറ്റീരിയൽ ഫോർ ഡിഫറെൻറ്റ് പ്രോഗ്രാം ക്യാൻ ബി ഡൗൺലോഡഡ് ഫ്രം ദ ഫോളോയിങ് ഈ GyanGhosh. ഈ കണ്ടന്റ് റെപ്പോസിറ്ററി ഓഫ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ് ഈ GyanGhosh.ac.in. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. ഈ GyanGhoshലേക്ക് നമ്മൾ എത്തി. ഈ GyanGhoshൽ നമ്മൾ പോയിട്ട് ഈ GyanGhoshലെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം? BA ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് മെറ്റീരിയൽ വേണോ? BA ഇംഗ്ലീഷിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. BA ഇംഗ്ലീഷിൻ്റെ കോമൺ പേപ്പർ 182 എന്നുള്ള പേപ്പറുടെ പുസ്തകം വേണോ? ഇവിടെ 182 എന്നുള്ള പുസ്തകത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിൻ്റെ വേണോ? അതിൻ്റെ എടുത്തു. അതിൻ്റെ ബ്ലോക്ക് വൈസ് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തു. ബ്ലോക്ക് വൈസ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ വ്യൂ ചെയ്യുന്നു. വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനോഹരമായി അത് കാണാവുന്നതാണ്. ഇവിടെ അത് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിനെ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ PDF ഫോർമാറ്റിൽ നമുക്ക് ലഭിക്കുകയാണ്. കൃത്യമായി എത്ര പേജാണ്? സെക്കൻഡ് കൊണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. നോക്കൂ, 58 പേജുള്ള BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ മുഴുവനും നമുക്കിവിടെ ലഭ്യമാണ്. ടെക്സ്റ്റ് മെറ്റീരിയൽ വളരെ മനോഹരമായ ടെക്സ്റ്റ് മെറ്റീരിയൽസ് നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ? ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് 1 അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമും നമുക്ക് തൊട്ടടുത്തത് വേറെ ഒന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. വേറെ ഒരു പ്രോഗ്രാം, ഒരു MA ഇംഗ്ലീഷിൻ്റെ പ്രോഗ്രാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ MA സോഷ്യോളജി. ഇവിടെ ലേണിംഗ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് പോയാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അത് നിങ്ങൾ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ഏത് ലെവലിലേക്ക് വേണം? സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വേണോ? ഡിപ്ലോമ പ്രോഗ്രാം വേണോ? ഡിഗ്രി പ്രോഗ്രാം വേണോ? മാസ്റ്റേഴ്സ് പ്രോഗ്രാം വേണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നു. കറണ്ട് ഉള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിലബസ് നമുക്ക് പോകുന്നു. ഇത് കണ്ടില്ലേ? മാസ്റ്റർ ഓഫ് ആർട്സ് ഇംഗ്ലീഷിൻ്റെത് കിട്ടുന്നു.
കിട്ടുന്നു, മാസ്റ്റർ ഓഫ് ആർട്സ് ഹിന്ദിയുടെ കിട്ടുന്നു, മാസ്റ്റർ ഓഫ് ആർട്സ് ജ്യോതിഷ് കിട്ടുന്നു, സാൻസ്ക്രിറ്റ് കിട്ടുന്നു, ഉറുദു കിട്ടുന്നു. MEG ഫുള്ള് നമുക്ക് സിപ്പ് ചെയ്ത് റയർ ആയിട്ട് എടുക്കണോ, ഞാനത് MEG ഫുള്ള് ഞാനിപ്പോൾ സിപ്പ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. മാസ്റ്റർ ഓഫ് ആർട്സ് MEGയിലെ ഫുൾ പ്രോഗ്രാം ഞാൻ സിപ്പ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. മൊത്തം നമുക്ക് 341 MBയിലെ മുഴുവനും ഞാൻ സിപ്പ് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ വർത്തമാനം കുറച്ച് നേരം കേൾക്കേണ്ടതുണ്ട്, കാരണം ഇത് ഡൗൺലോഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ MEGയിലെ നമുക്ക് ഈ പറയുന്നത് പോലെ ഇഗ്നോയുടെ ഹോം പേജിൽ ബ്രൗസ് ചെയ്ത് ഇഗ്നോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്, ലെവൽസ് ഏതാണ് എന്നുള്ളത്, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, ആ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമിൽ ഏത് തരത്തിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഞാൻ സിപ്പ് റയർ ആണ് കൊടുത്തിരിക്കുന്നത്. സിപ്പ് റയർ ചെയ്ത് കൃത്യമായി നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. MEGയുടെ ഫുൾ കണ്ടന്റ് ആണ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. താങ്കൾ ഒരു മിനിറ്റ് 58 സെക്കൻഡ് 54 സെക്കൻഡ് താങ്കൾ വെയിറ്റ് ചെയ്യേണ്ടത് അവസ്ഥയുണ്ട്. ഇവിടെ തന്നെ മാസ്റ്റർ ഓഫ് എല്ലാ പ്രോഗ്രാമും നമുക്കിവിടെ ലഭ്യമാണ്. ഇത് മാത്രമല്ല, മറ്റേതെങ്കിലും പ്രോഗ്രാം ഇതേ സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. താങ്കൾ ഇതുവരെ ഫീസ് ഒന്നും അടച്ചിട്ടില്ല. MA ഇംഗ്ലീഷിന് 1 രൂപ പോലും മുബാറക് മാസ്റ്ററിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല. ആ അഡ്മിഷൻ എടുക്കാത്ത സന്ദർഭത്തിലും ഇഗ്നോയിലെ ബുക്കുകൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ബേജാറാകരുത്, വിഷമിക്കരുത്. മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഹെൽപ്പ് ഡെസ്കിലൂടെ താങ്കളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇടങ്ങേറുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുണ്ടോ, മുബാറക് മാസ്റ്റർക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് താങ്കൾ ചെയ്യുകയേ വേണ്ടൂ. ഈ മെസ്സേജ് പൂർണ്ണമായും താങ്കളുടെ അടുത്തേക്ക് വരും. ഈ പുസ്തകം താങ്കളുടെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമുക്കത് വന്നു, സിപ്പ് വന്നു, ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു ഫോൾഡറിലായിട്ട് വന്ന് നിൽക്കുന്നു. ഫോൾഡറിൽ വന്ന് നിൽക്കുന്ന പ്രോഗ്രാമിനെ ഞാനത് സിപ്പ് റയർ ഇവിടെ ബൈ ചെയ്യാൻ പറയുന്നു. ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. കമ്പൽസറി കോഴ്സസ് എന്നുള്ളതിനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. എക്സ്ട്രാക്ട് ടു നേരെ ഇവിടെ ഞാൻ ഡെസ്ക് ടോപ്പിൽ കൊണ്ടുപോയി സേവ് ചെയ്യുകയാണ്. ഡെസ്ക് ടോപ്പിൽ കൊണ്ടുപോയി സേവ് ചെയ്യുന്നു. ഡെസ്ക് ടോപ്പിലേക്ക് അത് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. കമ്പൽസറി കോഴ്സസ്, ഒപ്പം തന്നെ ഓപ്ഷണൽ കോഴ്സസിനെയും ഞാൻ എടുക്കുന്നു. ഓപ്ഷണൽ കോഴ്സസ് നേരെ പിന്നിൽ പോയി ഞാൻ എല്ലാം തന്നെ എക്സ്ട്രാക്ട് എടുക്കുകയാണ്. എക്സ്ട്രാക്ട് ചെയ്ത് ഡെസ്ക് ടോപ്പിൽ തന്നെ കൊണ്ടുപോയി ഞാൻ അത് സേവ് ചെയ്യുകയാണ്. എല്ലാം അത് ഇതിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ വന്ന MEG പ്രോഗ്രാം ഇതിൽ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. നേരത്തെ വന്നിരിക്കുന്ന MEG പ്രോഗ്രാം ഡെസ്ക് ടോപ്പിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. MEG പ്രോഗ്രാമിലെ ഡെസ്ക് ടോപ്പിൽ നമുക്ക് ഉള്ളത് ഇതാ ഇവിടെ എല്ലാം വന്നിരിക്കുന്നു. കമ്പൽസറി കോഴ്സസിൽ ബ്രിട്ടീഷ് എല്ലാം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. എല്ലാം ഒരു 2 മിനിറ്റ് കൊണ്ട് ബ്രിട്ടീഷ് പോയട്രിയിലെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 ഒന്നാമത്തെ ഐശ്വര്യമായിട്ട് ഈശ്വരോ രക്ഷ എന്നുള്ള രൂപത്തിൽ ഒന്നാമത്തെ ഇതിൽ നമുക്കത് കിട്ടുന്ന 12 പേജുള്ള ഫസ്റ്റ് ബ്ലോക്ക് ഫ്രം ദ ഇവാലുവേഷൻ ഓഫ് പോർട്രേറ്റ്സ് ടുവേർഡ്സ് ദി എക്സ്പ്ലിക്കേഷൻസ് ഓഫ് പോയംസ് എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റിലെ ടെക്സ്റ്റ് മെറ്റീരിയൽ നമുക്കിവിടെ മനോഹരമായി ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ ബ്ലോക്കുകളും നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. ഇതിൽ നേരെ വിൻസിപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് യൂണിറ്റ് 2 വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഏത് മേഖലയിലാണോ നമുക്ക് ഡൗൺലോഡ് യൂണിറ്റ് 2 പ്രിലൂഡ് ടു ദി സ്റ്റഡി ഓഫ് പോയട്രി എന്നുള്ള മേഖല, അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് പൂർണ്ണമായും നമുക്ക് ഇവിടെ ഇത്രയും മേഖലയിൽ ഇത് വന്നു കിടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ സിപ്പായി നമുക്ക് നമ്മളുടെ മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാണ്. ആ ലഭ്യമായ മെറ്റീരിയൽസ് ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീഡിയോ ദൈർഘ്യമേറിയതാകുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി താങ്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് ഉള്ള ഈ ഒരു പ്രോഗ്രാമിലൂടെ, ഈ ഗ്യാൻ ഘോഷിലൂടെ നമുക്ക് കിട്ടിയ ഈ യൂണിറ്റിലൂടെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ മനോഹരമായ പ്രോഗ്രാമുകളാണ് ഇഗ്നോ നമുക്ക് നൽകുന്നത്. ഏത് പ്രോഗ്രാമിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ നേരിട്ട് പ്രോസ്പെക്ടസിലേക്ക് തന്നെ കൃത്യമായി തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രോസ്പെക്ടസിലെ ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിൽ പോയപ്പോഴാണ് നമുക്ക് ഇത്രയും അനുഭവങ്ങൾ
കിട്ടിയത്. ഇൻട്രൊഡക്ഷൻ എന്നുള്ള മേഖല, പ്രോമിനൻ്റ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെൻറ്റ്സ്, സ്കൂൾ ഓഫ് സ്റ്റഡീസ് എന്തൊക്കെയാണ്, അക്കാഡമിക് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, മോഡുലാർ അപ്രോച്ച് എന്തൊക്കെയാണ്, മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് മൾട്ടിപ്പിൾ എക്സിറ്റ് എങ്ങനെയാണ്, കോഴ്സ് പ്രിപ്പറേഷൻസ് എങ്ങനെയാണ്, ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ്, ഇതെല്ലാം വളരെ നന്നായി മനസ്സിലാക്കാൻ താങ്കൾക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും നൽകാൻ എം നോട്ട്സിലെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ സഹായിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലെ സുപ്രധാനമായ മറ്റ് ചില സന്ദേശങ്ങൾ താങ്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒട്ടും ശങ്കിക്കേണ്ടതില്ല. നിങ്ങളെ സഹായിക്കാനാണ്. ഇനിയുള്ള ദിവസങ്ങൾ ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അഡ്മിഷന് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കുന്നുവെങ്കിൽ ഒട്ടും മടിക്കേണ്ടതില്ല. ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ മുഹമ്മദ് മുബാറക് മാസ്റ്ററെയോ, റീജിയണൽ സെൻറ്ററിലെ ഉദ്യോഗസ്ഥരെയോ, സ്റ്റഡി സെൻറ്ററിലെ ഉദ്യോഗസ്ഥരെയോ, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെയോ, ഹെൽപ്പ് ഡെസ്കിലെയോ ആർക്കെങ്കിലും താങ്കൾ ഒന്ന് വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഇഗ്നോയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും താങ്കൾക്ക് ലഭ്യമാണ്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ മറ്റൊരു പ്രത്യേകത, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്നുള്ള സ്ഥാപനം വിദ്യാർത്ഥിനികളെ ഓരോ തരത്തിലുള്ള ഗ്രൂപ്പുകളാക്കുന്നു. എന്നിട്ട് ഗ്രൂപ്പ് പഠനം സാധ്യമാക്കുന്നു. ഗ്രൂപ്പ് പഠനം ഏറ്റവും മനോഹരമായ MA ഇംഗ്ലീഷിലെ ഒരു 15 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ്, 50 സ്റ്റുഡൻസിൻ്റെ മറ്റൊരു ഗ്രൂപ്പ്, MSWൻ്റെ ഗ്രൂപ്പ്, MA സൈക്കോളജിയുടെ ഗ്രൂപ്പ്, അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ 2-3 അഡ്മിന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ അഡ്മിന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ ടെലഗ്രാം ചാനൽ ഉണ്ട്. ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ തന്നെ സഹകരണ പഠനം എന്നുള്ള രൂപത്തിലെ ക്ലാസ്സുകൾ പരസ്പരം എടുക്കുന്നു. ആ ക്ലാസ്സുകൾ എടുത്ത് നിങ്ങളുടെ എല്ലാം തന്നെ എം നോട്ട്സിലെ വീഡിയോസ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നു. അങ്ങനെ എല്ലാ ഇംഗ്ലീഷിൻ്റെ, സോഷ്യോളജിയുടെ, MCOMൻ്റെ, കൊമേഴ്സിൻ്റെ, അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ, ഇംഗ്ലീഷിൻ്റെ, സൈക്കോളജിയുടെ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ, MSc CFTയുടെ, MSWൻ്റെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇപ്പോൾ തന്നെ എം നോട്ട്സിലെ വീഡിയോസിൽ താങ്കൾക്ക് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും താങ്കൾക്ക് ഒരു സഹകരണ പഠനം എന്നുള്ള രൂപത്തിൽ നമുക്കൊരു അസോസിയേഷനായി പ്രവർത്തിച്ച് വളരെ മനോഹരമായി നമുക്ക് മുന്നോട്ട് പോകാം. ഒട്ടും മടിക്കേണ്ടതില്ല. താങ്കൾ എം നോട്ട്സിലെ മുഹമ്മദ് മുബാറക് മാസ്റ്ററിനെ സമീപിച്ചോളൂ. ഹെൽപ്പ് ഡെസ്കിലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ. അഡ്മിഷന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തരാം. വീണ്ടും ചെയ്യാനുള്ളത് ചെയ്യാതെ, ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ കൃത്യമായി ചെയ്യാതെ 3 പണി ദയവ് ചെയ്ത് തരരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്ര പറഞ്ഞാലും അല്ല, ഞങ്ങൾ അവിടെ പോയി ചെയ്യട്ടെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെൻറ്ററിൽ പോവുകയും അവിടുന്ന് എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടാവുകയും ആ അബദ്ധത്തിന് ആദ്യം തിരിച്ചറിയാൻ മുബാറക് മാസ്റ്ററിനെ തന്നെ വീണ്ടും വിളിക്കുന്നു. എന്നിട്ട് അത് തെറ്റ് കണ്ടെത്തുന്നു, തെറ്റ് ആദ്യം തെറ്റിക്കുന്നു, തെറ്റ് കണ്ടെത്തുന്നു, തെറ്റ് തിരുത്തുന്നു, പുതിയ അഡ്മിഷൻ എടുക്കുന്നു. ഇതിന് പകരം ഈ 4 പ്രക്രിയയിലെ 3 പ്രക്രിയ നമുക്ക് ഒഴിവാക്കാം. അഡ്മിഷൻ എം നോട്ട്സിലൂടെ നമുക്ക് ഹെൽപ്പ് ഡെസ്കിലൂടെ മനോഹരമായിട്ട് എടുക്കാം. അപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ചെയ്തു തരലാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഇഗ്നോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡലിൽ അഡ്മിഷൻ എടുക്കാറായിട്ടില്ല. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ മാതൃകാ സ്ഥാപനമാക്കി പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഇനിയും പ്രവർത്തന സജ്ജമായിട്ടില്ല. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു ഒരുപാട് തിരക്കുകൾ വന്ന് സീറ്റ് കിട്ടാതിരിക്കുന്നതിന് മുമ്പ് താങ്കൾ ഇപ്പോൾ തന്നെ എം നോട്ട്സിൻ്റെ ഹെൽപ്പ് ഡെസ്കിലൂടെ അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുക. താങ്കൾക്ക് എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ അയൽവാസികൾക്കും താങ്കളുടെ സൊസൈറ്റിയിലുള്ളവർക്കും താങ്കളുടെ ഫ്രണ്ട്സ് സർക്കിളിനും ഈ മെസ്സേജ് പരമാവധി ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.